വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമ്മളുടെ ഫ്രണ്ടിൽ ഇന്നതേ റോയൽ എൻഫീൽഡിൻ്റെ റോയൽ എൻഫീൽഡ് റോഡ്സ്റ്റർ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഗൊറില്ല 450 ആണ് നമ്മളുടെ ഫ്രണ്ടിൽ എന്നുള്ളത്. റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടിനെ റോഡ്സ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേയും കാട്ടിയും ഒരുപാട് ഭയങ്കര ഭംഗിയുള്ളൊരു വണ്ടിയാണ് ഈ ഒരു ഗൊറില്ല 450 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടിനെ റോഡ്സ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു വണ്ടി ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അതെ, ഒരു ഹൾക്കി ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു കുട്ടി വണ്ടിയിൽ തന്നെ ഒരുപാട് മസിലൊക്കെ വീർത്ത് നിൽക്കണ പോലത്തെ ഒരു പ്രത്യേക തരം ക്യാരക്ടർ ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഇത്. അതായത് 100-350 കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 100-350ക്ക് ഒരു 450cc കൊടുന്ന് വെച്ച പോലെയാണ്. എന്നാൽ ആ 100-350നെ തന്നെ കുറച്ച് ജിമ്മിനൊക്കെ വിട്ട് ഒരു ജിമ്മനൊക്കെ ആക്കിയ പോലത്തെ ഒരു ഫീലിലുള്ള ഒരു ബോഡിയാണ് നമ്മൾക്ക് ഈ ഒരു ഗൊറില്ല 450 വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവന്റെ ഹാർട്ടിൽ കിടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം റോയൽ എൻഫീൽഡ് ഹിമാലയ 450 കണ്ടുവന്നിരുന്ന അതേ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നിക്കും ഇത് ഹിമാലയയുടെ സെയിം ക്യാരക്ടർ തന്നെ ആയിരിക്കുമോ ഈ ഒരു ഗൊറില്ല 450 ഉണ്ടായിരിക്കുകയെന്ന്. ഒരിക്കലും അല്ല. രണ്ട് ക്യാരക്ടറാണ് നമുക്ക് ഈ ഒരു വണ്ടികളിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് 450cc എഞ്ചിൻ രണ്ട് വണ്ടിയിലും കാണുന്നുണ്ടെങ്കിലും രണ്ടിനും രണ്ട് ക്യാരക്ടറാണ്. ഇവന്മാർ രണ്ടുപേരും ഇരട്ടകളാണെങ്കിൽ ഒരുത്തൻ കില്ലാടിയാണെങ്കിൽ വേറൊരുത്തൻ ഗജകില്ലാടിയാണ്. അപ്പോൾ കില്ലാടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഹിമാലയ 450നെയാണ്. അപ്പോൾ ഇവനാണ് നമ്മളുടെ ഗജകില്ലാടി. കാരണം ഇവന്റെ പവർ എന്ന് പറയുന്നത് അതിഭീകരം തന്നെയാണ്. ഹിമാലയ 450യുടെ പവർ എന്താണോ അതിനെയും കാട്ടിയും 2 സ്റ്റെപ്പ് ഫ്രണ്ടിലാണ് ഇവന്റെ പവർ നിൽക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എങ്ങനെയാണ് രണ്ടിലും 450cc ആയിട്ട് ഈ ഒരു വണ്ടിക്ക് കുറച്ച് പവർ കൂടുതൽ നിൽക്കണേ എന്നുള്ളതിൻ്റെ അതിൻ്റെ കാരണങ്ങളും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത് 452cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ DOHC 4 വാൾ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ഇത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു എഞ്ചിൻ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറയുമ്പോൾ 40 bhp അറ്റ് 8000 rpmലാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ BHP വരുന്നത്. അതേപോലെ തന്നെ 40 Nm ടോർക്ക് അറ്റ് 5500 rpmലാണ് ഇതിൻ്റെ ഒരു ടോർക്ക് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഹിമാലയ 450നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഗൊറില്ല 450 ഇത്രയും പവർഫുൾ ആയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹിമാലയ 450 എന്ന് പറയുന്ന ഒരു വണ്ടി കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്, കുറച്ച് നീളം കൂടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഭയങ്കര ഷോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹണ്ടറിൽ പിടിച്ചിട്ട് ഒരു 450cc വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഭയങ്കര കുഞ്ഞു വണ്ടി, ഭയങ്കര സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു വണ്ടി. ആ ഒരു വണ്ടിയിൽ പിടിച്ചിട്ട് ഒരു 450cc വെച്ചിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഇതിവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഈ സിംഗാമിൻ്റെ ഈ ഒരു ട്രാവലൊക്കെ വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര പവർ കൂടുതലായിട്ടായിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു റിയർ സ്പോക്കറ്റിൽ രണ്ട് ടീത്ത് നമുക്ക് എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഒന്നുകൂടി മോർ പവർ ആൻഡ് മോർ ടോർക്കാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവറിൻ്റെ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുതരാം. എന്നാലും ഫസ്റ്റ് ഗിയർ ഓക്കെ, സെക്കൻഡ് ഗിയർ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ് സെക്കൻഡ് ഗിയറിൽ വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് തേർഡ് ഗിയറും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഷാസി വരുന്നത് സ്റ്റീൽ ട്വിൻ ഷാസിയാണ് വരുന്നത്. ഈ ഷാസിമിൽ തന്നെ ഈ ഒരു എൻജിൻ തൂക്കിയിട്ടെടുക്കുകയാണ്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എൻഫീൽഡിൻ്റെ വണ്ടികൾക്ക് നമുക്ക് ഇതിൽ കൂടെ പോയി ഒരു സപ്പോർട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എന്ന് പറയുന്നത് ആ സപ്പോർട്ടൊന്നുമില്ല. ഈ ഒരു ഷാസിമ ഈ ഒരു എഞ്ചിൻ തൂക്കിയിട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സിംഗാമ് നമുക്കിവിടെ വൃത്തിക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സിംഗാമ്. വളരെ ഒരു കുട്ടി വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ കാണാനൊന്നുമില്ല ഭംഗി, നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്തൊരു ഭംഗിയാണ്. കാരണം വരുന്നവരും പോണവരൊക്കെ നോക്കി പോകുന്നുണ്ട് ഈ ഒരു വണ്ടി. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര ബൾക്കി ആയിട്ട് നിൽക്കുന്ന ഇതിൻ്റെ ഒരു ബാക്കിലത്തെ ഒരു 160 ടയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് ടൈൽ ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ, ഒരു മസിൽ വണ്ടി.
ദെൻ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 140 mm ട്രാവൽ വരുന്ന 43 mm ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ദെൻ നമ്മുടെ ബാക്ക് സൈഡിലത്തെ സസ്പെൻഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം 150 mm ട്രാവൽ വരുന്ന ലിങ്കേജ് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ വണ്ടിക്ക് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഒന്നും വരുന്നില്ല, എങ്കിൽ കൂടി നമുക്ക് ഇതിൽ സ്ലീപ്പർ ക്ലച്ച് ആഡഡ് ആണ്. ഡിസ്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 310 mm വെന്റിലേറ്റഡ് ഡിസ്ക് വിത്ത് ഡബിൾ പിസ്റ്റൺ കാലിപ്പർ ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 270 mm വെന്റിലേറ്റഡ് ഡിസ്ക് വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഡബിൾ പിസ്റ്റൺ ആണെങ്കിൽ ബാക്ക് സൈഡിൽ സിംഗിൾ പിസ്റ്റൺ ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഡ്യുവൽ ചാനൽ ABS ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. യെസ്, ഈ ഒരു വണ്ടീനെ പിടിച്ചു നിർത്താനുള്ള അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് തന്നെ ഈ ഒരു വണ്ടിയിലുണ്ടെന്ന് പറയാം. യാതൊരുവിധ ഡൗട്ടും വേണ്ട, നല്ല അടിപൊളി ബ്രേക്കിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അടുത്തൊരു സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ വീൽ എന്ന് പറയുമ്പോൾ ഒരു 17 ഇഞ്ച് വീലാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലത്തെ ടയേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പുറത്തുനിന്ന് ഒരു വലിയൊരു ടയറാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. 120/70 ആണ് നമുക്ക് ഈ ഒരു ടയറിൻ്റെ സൈസ് തന്നെ വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 160/60. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഊഹിക്കാന്നുള്ളതുള്ളൂ എത്രത്തോളം വലിയൊരു ടയറാണ് ഇതിന് എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഒരു 169 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എടുത്ത് നോക്കി നോക്കാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഹൈറ്റ് പറഞ്ഞുതരാം. 5.5 ആണ് എനിക്ക് വരുന്ന ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 780 mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തന്നെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 780 mm എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ 185 ആണ് ഈ ഒരു വണ്ടിയുടെ കർവ് വെയിറ്റ് എന്ന് പറയുമ്പോൾ. അത്യാവശ്യം വെയിറ്റുള്ള ഒരു വണ്ടി തന്നെയാണ്. പക്ഷേ നമുക്ക് ഇത്രയും സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ സുഖമായിട്ട് തന്നെ ഈ ഒരു വണ്ടിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഹിമാലയ 450നെ സംബന്ധിച്ചിടത്തോളം ഒരു 10 kg 15 kg നമുക്ക് ഈ ഒരു വണ്ടിയിൽ വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടണമുണ്ടും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റണമുണ്ടും ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും. ഒരു ഡെയിലി യൂസ് ഒരു സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ വേണ്ടി പറ്റും. ഹിമാലയ 450 എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റില്ല എന്നൊന്നല്ല ഞാൻ പറയണത്. കുറച്ചും കൂടിയും ലോങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിനെക്കാട്ടിയും ഈസി ആയിട്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇതിൻ്റെ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 liters ഫ്യൂൾ ടാങ്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. കുറച്ച് കുറഞ്ഞു പോയെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇവരിത് മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് തുറക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് വരെ നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഒരു വണ്ടി ഓൺ ചെയ്ത് നോക്കി നോക്കാം. ഗോറില്ല. യെസ്, ശരിക്കും ഇതൊരു ഗൊറില്ല തന്നെയാണ് കേട്ടോ. സ്പെല്ലിംഗ് കൊണ്ട് നമുക്ക് അർത്ഥം മാറുമെങ്കിലും ഉച്ചാരണത്തിൽ നമുക്ക് ഇത് ശരിക്കും ഒരു ഗൊറില്ല തന്നെയാണ്. ശരിക്കും ഭയങ്കര അഗ്രസീവാണ് ഈ ഒരു വണ്ടി എന്ന് പറയാനുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ടാക്കോമീറ്റർ കണ്ടു, സെയിം ഹിമാലയ 450 കണ്ടു വന്നിരുന്ന അതേ ടാക്കോമീറ്റർ തന്നെ. ദെൻ നമുക്കിത് ഇവിടെ കിൽ സ്വിച്ച് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ദെൻ നമുക്കിതിൽ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഇതിൽ തന്നെ നമുക്ക് എക്കോ വരുന്നുണ്ട്, പെർഫോമൻസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ABS ഓണും ഓഫും ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിലൊരു ഹസാർഡിൻ്റെ സ്വിച്ചും കാണാൻ വേണ്ടി പറ്റും. ദെൻ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോം ബട്ടൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് പാസ് അതിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ സ്വന്തം ഒരു ഹോൺ. പിന്നെ നമുക്കിത് ഈ ഒരു ഡിസ്പ്ലേ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞൊരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു സ്വിച്ചും കൂടി നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ ഒരു സ്വിച്ചിൽ അവൈലബിൾ ആണ്. ഈ ഒരു കുഞ്ഞ് മീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ ഹിമാലയൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാഫിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈക്ക് നമ്മൾ ഫോണിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു ഗൂഗിൾ മാപ്പ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഭയങ്കര ബ്യൂട്ടിയാണ് കാണാനായിട്ട്. അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മാപ്പ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗൂഗിൾ മാപ്പ് ഈ ഒരു കുഞ്ഞി മീറ്ററിൽ നമുക്ക് അവരിതിൽ കൊണ്ടുവന്നു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ് നോട്ട് ആദ്യം ഒന്ന് കേട്ടിട്ട് അതിനുശേഷം നമുക്ക് ഓടിച്ചുകൊണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. യെസ്,
യെസ്, ഗൊറില്ല പോലെ തന്നെ ഒരു വല്ലാത്തൊരു മാരക ഗർജനം തന്നെ കേട്ടോ ഈ ഒരു വണ്ടിക്കുള്ളത്. അടിപൊളി, കൊള്ളാം, നല്ല രസമുള്ള ഒരു എക്സോസ് നോട്ട് തന്നെയാണ്. അത് നമുക്ക് വെറുതെ ഓൺ ചെയ്തിടുമ്പോഴല്ല, നമ്മൾ റവ് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു എക്സോസ് നോട്ടിൻ്റെ ആ ഒരു സുഖം നമുക്ക് കിട്ടണത്. ആ ഒരു കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് നമുക്ക് റവ് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. അടിപൊളി എക്സോസ് നോട്ട് എന്ന് തന്നെ പറയാൻ പറ്റും. യെസ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ടാവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഗിയർ നോർമൽ ഒരു 450cc കാണപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 400cc കാണപ്പെടുന്ന രീതിയിലുള്ളൊരു പവർ തന്നെയാണ് നമുക്കിതിൽ പ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷേ സെക്കൻഡ് ഗിയർ കില്ലാടിയാണ്, കില്ലാടിയാണ്. കില്ലാടി എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഇപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി അങ്ങോട്ട് കുതിച്ചങ്ങോട്ട് ചാടുകയാണ്. അതിപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ, സെക്കൻഡ് ഗിയറിൽ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ മതി. തൽക്കാലം നമുക്ക് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഇതിൽ നോക്കി നോക്കാം. യെസ്, ഷാൽ വി മൂവ്? ബസ് ഇത്രയും പോതും, ഇത് പോതും. കണ്ട, തേർഡ് ഗിയർ കൈ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ തെറിക്കാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയാണെങ്കിൽ. കണ്ട, തേർഡ് ഗിയർ ഞാൻ വെറുതെ ചുമ്മാ കാണിക്കുന്നതല്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ പോവുക. ഗൊറില്ല 450 ചോദിച്ചു മേടിക്കണം. ഹിമാലയ 450 ഈ ഒരു പവർ നമുക്ക് കാണപ്പെടില്ല, ഇത്രയും പവർ കാണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവനെ തന്നെ നിങ്ങൾ ചോദിച്ചു മേടിക്കണം. ഗൊറില്ല 450 ഒരു രക്ഷയില്ലാത്ത സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ആണ്. പടച്ചവനെ പെട്ട്. എന്തായാലും നമുക്ക് ട്രെയിൻ കാണാനുള്ള ഭാഗ്യമുണ്ട്. വാവ്, നല്ല രസമുണ്ടല്ലേ അവിടെ നിന്ന് ഇങ്ങനെ വരണ കാണാനായിട്ട്. Then coming back to the point, KTM 390യേക്കാളും ഒരു ഇതിൻ്റെ ഒരു സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഓഫ് കോഴ്സ് ഭയങ്കര പവർഫുൾ ആണ്. ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ലൈക്ക് BS3, നമ്മളുടെ ഒരു BS3 ഡ്യൂക്ക് 390 ഓടിച്ചാൽ എങ്ങനെയിരിക്കും, അതേപോലത്തെ ഒരു മാരക പവർ തന്നെയാണ് നമ്മളുടെ ഇതിൻ്റെ സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു BS3യുടെ ആ ഒരു പവർ നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1, 2, 3 ഗിയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് നോക്കി നോക്കാം. നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ദെൻ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഇതിലൊരു USD ഫോക്സ് വരുന്നില്ല എങ്കിലും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലത്തെ ടയറിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 120 ആണ് വരുന്നത്, ബാക്ക് സൈഡിൽ 116. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിലൊരു USD ഫോക്സിൻ്റെ ഒരു കുറവ് നമുക്ക് അധികം ഫീൽ ചെയ്യണില്ല എന്ന് പറയുന്നത്. ഇത്രയും ടയർ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോർണറിങ് കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ യെസ്, ഒരു കുട്ടി വണ്ടിയിലിട്ടിട്ട് നമുക്ക് ഒരു ടോയിനെ കൊണ്ടു നടക്കണ പോലെയാണ് എനിക്ക് ഈ ഒരു വണ്ടി ഫീൽ ചെയ്യണത്. വെയിറ്റ് ഇല്ല എന്നൊന്നല്ല, പക്ഷേ ഇത്രയും കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഈ ഒരു വണ്ടി എനിക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 6ാമത്തെ ഗിയറിൽ മാക്സിമം നമുക്കൊരു 45 to 50 അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നോക്കിങ് ഇല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു 6ാമത്തെ ഗിയറിൽ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും. യെസ്, നമ്മൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു വണ്ടി ആർക്കൊക്കെ സ്യൂട്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടോളായിട്ടുള്ളവർക്കും, അതായത് ഇത്തിരി ഹൈറ്റ് കുറഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും ഹൈറ്റ് കൂടിയവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ ഒരു റൈഡറിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. റൈഡറിൻ്റെ പോർഷൻ, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, റൈഡിങ് സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അതെ ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇരുന്ന് ഓടിക്കാം. ഇനിയിപ്പോൾ കുറച്ച് സെൻറ്ററിലേക്ക് ഇരിക്കാം, ഫ്രണ്ടിലേക്ക് ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് നമ്മളുടേതായ ഒരു കംഫർട്ടിൽ നമുക്ക് ഇരുന്ന് ഓടിക്കാം.
എന്നാൽ ബാക്കിലിരിക്കുന്ന ആൾക്ക് യാതൊരുവിധ കംഫർട്ടും ഉണ്ടാവില്ല. അതായത് ഇതിൻ്റെ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. വിത്തിൻ അതായത് ഒരു 2500 RPM കഴിയുമ്പോൾ തന്നെ ഇതങ്ങോട്ട് തെറിച്ചു പോവാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും. നമുക്ക് ഇതിലൊരു ഗ്രാബ് റെയിൽ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും സീറ്റ് നമുക്ക് ബാക്ക് സൈഡിൽ കുറവാണ്. ബാക്കിലിരിക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടി പിന്നിലോട്ട് ഇരിക്കാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തലയും കുത്തി വീഴാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം നല്ല ടോർക്കാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ ബാക്കിൽ ഇരുത്തിയിട്ട് കൈ കൊടുക്കുന്ന റൈഡേഴ്സൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നന്നായി കെയർ ചെയ്തിട്ട് തന്നെ ഓടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് തരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഷൂട്ട് ആവണതായിരിക്കും. റൈഡിങ് സീറ്റിൻ്റെ നേരെ അടിയിലാണ് ഇതിൻ്റെ ഒരു ഫുഡ് റെസ്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇറിറ്റേഷൻ ഒന്നുമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ കൊണ്ടടക്കാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി ഇത് സിറ്റിയിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വളരെ ഈസി ആയിട്ട് കണ്ടില്ലേ, ഇത്ര ഉള്ളൂ ഈ ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ. ഇതൊരു 185 കിലോ വരുന്ന ഒരു വണ്ടിയാണെന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രക്കും ഈസി ആയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടടക്കാൻ വേണ്ടി പറ്റുന്നത്. ദെൻ സിറ്റിയിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഹീറ്റിംഗ് ലെവൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ടല്ല, ഹീറ്റിംഗ് ഉണ്ട്, ഇല്ല എന്നൊന്നല്ല, ഹീറ്റിംഗ് ഉണ്ടാവും. 450cc ആണ്, സിംഗിൾ സിലിണ്ടർ ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഊഹിക്കാന്നുള്ളൂ. ഭയങ്കര മോശമായിട്ടുള്ള ഹീറ്റിംഗ് എന്നല്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് റോയൽ എൻഫീൽഡിൽ വളരെ ചുരുക്കം വണ്ടികളിലുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഇതിലൊരു ഹീറ്റിംഗ് ലെവൽ കുറയ്ക്കാനായിട്ട് നമുക്ക് റേഡിയേറ്റർ എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ദെൻ സിറ്റിക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടടക്കാൻ വേണ്ടി പറ്റുന്ന, അധികം എഫേർട്ട് ഇല്ലാതെ സിറ്റി ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അതിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ ഈ ഒരു വണ്ടികൾക്ക് ആര് വരരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വരരുത്. അവരാണ് ബിഗിനേഴ്സ്. ഒരു കാരണവശാലും ഈ ഒരു വണ്ടിയുമ്പോൾ വരരുത്, ദയവ് ചെയ്ത്. കാരണം അത്രക്കും പവർഫുള്ളാണ് ഈ ഒരു വണ്ടി. കയ്യിൽ നിന്ന് പോവും, വെയിറ്റ് നമുക്ക് അറിയണില്ല എന്നുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടി നമ്മുടെ കാൽമലും കൈമലൊക്കെ വീണ് കഴിഞ്ഞാൽ വീണ തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 200cc 250cc ഒക്കെ ഓടിച്ച് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രം ഈ ഒരു വണ്ടിയുടെ പുറത്തേക്ക് കുതിര കളിക്കാൻ വേണ്ടി വരിക. ഒരു 310-320 lakhs അടുത്ത് തന്നെയാണല്ലോ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി വണ്ടി തന്നെയാണ് നമുക്ക് റോയൽ എൻഫീൽഡ് ഈ ഒരു പ്രൈസിൽ നമുക്കൊരു 450cc നമുക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കണത്. ഈ ഒരു വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൽ കണ്ടുവന്നിരുന്ന വണ്ടികളിൽ ഉള്ള വൈബ്രേഷൻസ് ഒന്നും ഈ ഒരു വണ്ടിയിലില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മിറേഴ്സിൽ മാത്രമാണ് എനിക്കൊരു വൈബ്രേഷൻ നല്ല രീതിക്ക് ഫീൽ ചെയ്യണത്. അതർവൈസ് എനിക്ക് ഈ ഒരു വണ്ടി അത്രക്ക് വൈബ്രേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നണത്. ഹാൻഡിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈഡല്ല, എന്നാൽ ഒരുപാട് കുഞ്ഞതുമല്ല. അത്യാവശ്യം എല്ലാം ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ ഈ ഒരു വണ്ടി ആർക്കൊക്കെ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. യെസ്, ദി ഗൊറില്ല 450, ദി പവർഫുൾ മെഷീൻ. റോയൽ എൻഫീൽഡിൻ്റെ ഒരു പോക്കറ്റ് റോക്കറ്റ് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ മെഷീൻ. എത്ര പെട്ടെന്നാണ് ഈ ഒരു വണ്ടി 130 ക്ലോക്ക് ചെയ്തെന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ വണ്ടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ പുഴയ്ക്കൽ ഹെറിറ്റേജ് ഷോറൂമാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എടുക്കാനുള്ള പ്ലാനുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാമെന്നുള്ളവർ കോൾ ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക, എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഗൊറില്ല 450യുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വേറൊരു വണ്ടിയുമായിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ.